നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഫ്രാൻസിന്റെ കാല് പിടിച്ചിരിക്കുകയാണ്. ഫ്രാൻസിന്റെ കാൽക്കൽ അഭയം തേടിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഹിസ്ബുള്ളയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഞങ്ങൾ ഹിസ്ബുള്ളയെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവർ ഞങ്ങളെ ഇങ്ങനെ വെറുതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു രാജ്യമല്ലേ, ഞങ്ങൾ മനുഷ്യന്മാരല്ലേ. ചുറ്റുനിന്നും ഒരു കാര്യവുമില്ലാതെ എല്ലാവരും ഞങ്ങളെ ഇങ്ങനെ അടിച്ചാൽ നിങ്ങൾ കൂടെ ഒന്ന് ഇടപെടണം, ഒന്ന് സംസാരിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ചാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. ഒരു IDF സൈനികന് പരിക്കേറ്റിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിന് തിരിച്ചടി എന്നോണം ഇസ്രായേൽ ലബനനിലേക്ക് ഹിസ്ബുള്ളയുടെ താവളങ്ങളിലേക്ക് ഒരു ആക്രമണം നടത്തി. ഈ ആക്രമണങ്ങളെ ഹിസ്ബുള്ളക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു. ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഹിസ്ബുള്ള വെടിവെച്ചിട്ടു. ചില മിസൈലുകൾ ഉപയോഗിച്ച് അതിനെ തകർത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇതോടുകൂടെ ഇസ്രായേലിന് ഭയം കയറിയിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ പക്കൽ ഇവിടെ ഇറാന്റെ കയ്യിലുള്ള ആധുനികമായിട്ടുള്ള പല ആയുധങ്ങളും എത്തിയിരിക്കുന്നു. ഇനി ശക്തമായ ചില പ്രഹരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന അത്തരത്തിലുള്ള ചില ചിന്തകൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹിസ്ബുള്ളയുമായി ഒരു ചർച്ച നടത്തിയാൽ കൊള്ളാമെന്ന് ഇസ്രായേലിനുണ്ട്. അതിനുവേണ്ടി ഫ്രാൻസിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഹിസ്ബുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കൊന്നും തയ്യാറാകില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാമത് ഇറാന്റെ പിന്തുണയുള്ള ഒരു സംഘമാണ്, ഇറാന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ഒരു വിഭാഗമാണ്. അവർ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടാണ് യുദ്ധമുഖത്തേക്ക് വരുന്നത്. ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അവസാനിക്കാതെ ഹിസ്ബുള്ള പിന്മാറുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഈ കഴിഞ്ഞ ദിവസം കൂടെ ഗസയിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഹമാസ് പ്രഖ്യാപിച്ച ഒരു പണിമുടക്ക് അവിടെ പുരോഗമിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇസ്രായേലിന് ഹിസ്ബുള്ളയെ തിരിച്ചടിക്കാൻ കഴിയുന്നില്ല. അത് ഹിസ്ബുള്ള പ്രതിരോധിക്കുന്നു. കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ വന്നിരുന്നു. അതായത് ഇവിടെ അയൺ ഡോം അല്ല ഇപ്പോൾ താരം, ഇറാൻ ഡോമാണ്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ അത് നേരത്തെ കൂട്ടി തിരിച്ചറിയുന്നു. അതിനുള്ള സംവിധാനങ്ങൾ ഇറാന്റെ പക്കലുണ്ട് എന്നുള്ളത് വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ഇറാന്റെ കയ്യിലുള്ള ഈ സംവിധാനങ്ങൾ ഹിസ്ബുള്ളയുടെ കയ്യിലും ഉണ്ടോ എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു. കാരണം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അവിടെ ഉദ്ദേശിച്ച സ്ഥലങ്ങളിൽ എത്തുന്നില്ല. അതിനു മുമ്പ് ഹിസ്ബുള്ളക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നു. അതുതന്നെയാണ് ഇസ്രായേലിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സിറിയയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ പിന്തുണയുള്ള മറ്റൊരു സംഘം മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തി എന്നുള്ളതാണ്. അതായത് അല്ലോമർ എണ്ണപ്പാടത്തിന് സമീപമുള്ള അമേരിക്കൻ താവളങ്ങൾ, അതുപോലെ തന്നെ ഖരാബൽജീർ എന്ന് പറയുന്ന ഒരു സൈനിക ബേസിനു നേരെയും ആണ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അമേരിക്കക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. എത്രമാത്രം ആ നാശനഷ്ടങ്ങളുടെ കണക്കിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എത്രമാത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങൾ ഇറാൻ കൊടുക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഇപ്പോഴും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ എന്നാണോ പാഠം പഠിക്കുന്നത്, എന്നാണോ ഇസ്രായേൽ ഇവിടെ ഫലസ്തീനെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കുന്നത്, അതുവരെ ആ ആക്രമണം അതിന്റെ വഴിക്ക് തുടരും. അതേസമയം ഞങ്ങളെ മെക്കിട്ട് കയറാൻ വന്നാൽ അതിന് കിട്ടാൻ പോകുന്ന പണി അത് ഇസ്രായേൽ ചിന്തിച്ചതിനേക്കാൾ അപ്പുറത്തായിരിക്കും. പിന്നീട് ഈ ഭൂമിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യം ഉണ്ടാകില്ല. ഞങ്ങൾ ഒരു ചെറിയ തെളിവ് പോലും, ഒരു ചെറിയ ആ രാജ്യത്തിന്റെ ചെറിയൊരു അവശിഷ്ടം പോലും, ചെറിയൊരു അടയാളം പോലും ഞങ്ങൾ ബാക്കി വെക്കില്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. ഈ ഒരു ഭയം വല്ലാതെ ഇസ്രായേലിനെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ ഫ്രാൻസിനെയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെയും ഒക്കെ കൂട്ടുപിടിച്ച് വീണ്ടും ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങളെ എങ്ങനെ അവരെ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും, ഹിസ്ബുള്ളയെ എങ്ങനെ മാറ്റി നിർത്താൻ കഴിയും, പ്രശ്നങ്ങളില്ലാതെ എങ്ങനെ ഒരു ചർച്ച നടത്താൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ, അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ വ്യാപകമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ.